ഹലോ ഗായ്സ്, തക്കാളിച്ചെടി തഴച്ചു വളരാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നമ്മൾ തക്കാളി തൈ വാങ്ങുമ്പോൾ നല്ല ഹൈബ്രിഡ് തൈ തന്നെ വാങ്ങുക. നല്ല നഴ്സറിയിൽ നിന്ന് നല്ല ഹൈബ്രിഡ് തൈ കിട്ടും, അത് നല്ല വാങ്ങുക. ഞാതാ വാങ്ങുക, കുരു നടലല്ല, നമ്മൾ നല്ല ഹൈബ്രിഡ് തൈകളെ വാങ്ങൽ. ഫസ്റ്റ് തൈ നന്നാവണം, എന്നാലേ നമ്മൾ ചെയ്യുന്ന വളവും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഉഷാറാവുകയുള്ളൂ. ഫസ്റ്റ് നല്ല തൈ നടണം. എന്നിട്ട് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് നടുമ്പം ഇട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ടിട്ട് നടുക. എന്നിട്ട് വളരും തോറും കുറച്ച് മണ്ണ് അടുപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഈ ഹൈറ്റാകുമ്പം അതിൻ്റെ അടിയിലെ ഇലകളെ ബ്രാഞ്ചുകളെ കട്ട് ചെയ്യുക. ബ്രാഞ്ചുകൾ ഫുള്ള് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പൊതട്ട് കൊടുക്കുക, നല്ല പൊതട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വലിപ്പമായി കഴിഞ്ഞാൽ നേരെ ഒരു വടി കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ പിന്നെ ഏകദേശം ഫ്ലവറായി തുടങ്ങുമ്പോൾ നല്ല ചാണകപ്പൊടി, കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മണ്ണടിപ്പിക്കുക. എന്നാൽ നല്ല വിളവ് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ ഈ സമയത്ത് തന്നെ ശീതകാല പച്ചക്കറിയായിട്ട് തക്കാളി ചെയ്തിട്ട് എനിക്ക് നല്ല വിളവാണ് കിട്ടിയിരുന്നത്. ഞാൻ ഇതുപോലെ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ അടിയിൽ നിന്നുള്ള ശാഖകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം, ഈ ഇലകൾ. അല്ലെങ്കിൽ ഫംഗസ് കയറിയ പിന്നെ തക്കാളിക്ക് ഉള്ളൊരു പ്രശ്നമാണ് ചടപ്പ്. ഈ ഇല ചുരുണ്ട് അതിന് നമ്മൾ വളം കൊടുക്കാത്തത് കൊണ്ടാണ്. അതിന് വളർച്ചക്കുള്ള വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വളരും. നമ്മൾ നട്ടിട്ടാണ് പോകരുത്, അതിനുള്ള കാര്യങ്ങളും ഒന്നും എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി അഥവാറ്റ ഇലകൾക്കൊക്കെ വന്ന് ഏതെങ്കിലും ഒരു ഇല തുളിഞ്ഞ് നിൽക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതൊക്കെ നുള്ളിയിട്ട് കളഞ്ഞ് വൃത്തിയാക്കി കൊടുക്കണം. അപ്പം നല്ലൊരു തക്കാളി നമുക്ക് കായ്ക്കും. കൂടുതൽ ഇതിൻ്റെ ആവശ്യമൊന്നും തക്കാളിക്കില്ല. നമ്മൾ എങ്ങനെ പരിചരിക്കുന്നു അതുപോലെയൊക്കെ അതിൻ്റെ വിളവ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേ സമയത്ത് ചെയ്തിട്ട് എനിക്ക് നല്ല വിളവാണ് കിട്ടിയത്. നല്ല തക്കാളി കിട്ടി. ഇത് ആപ്പിൾ തക്കാളിയാണ്, നല്ല വലിപ്പത്തിലുള്ള തക്കാളി. ഓക്കെ, നമസ്കാരം.